പാലായുടെയും പതരീങ്ങളുടെയും ദേവനായ തൃശൂർ, തൃക്കരിപ്പൂർ, ബംഗളൂരു, ഡൽഹി, അവിഗ്നോൺ, അൽമേഡ, എഡിൻബർഗ്, ക്രാക്കോ തുടങ്ങി അനേകം ഗ്രാമങ്ങളിലും ടൗണുകളിലും ലോക മഹാനഗരങ്ങളിലുമായി 200ഓളം വേദികൾ. രാജ്യാന്തര നാടകോത്സവങ്ങളിലൂടെ 28 വർഷങ്ങൾ. ഇന്ത്യയിലെയും യൂറോപ്പിലെയും തിയേറ്റർ സംഘങ്ങളുമായി ചേർന്ന് 70ഓളം നാടക സംരംഭങ്ങൾ. ഒരു മലയാളി നാടക സംവിധായകന്റെ ജൈത്രയാത്രയുടെ കഥയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പായി അവതരിപ്പിക്കുന്നത്. മലയാള നാടകത്തെ അന്താരാഷ്ട്ര വേദികളിലെത്തിച്ച എഴുത്തുകാരൻ, സംവിധായകൻ ദീപൻ ശിവരാമൻ, വിഖ്യാത എഴുത്തുകാരൻ ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥ, മാന്ത്രിക കഥാകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസിന്റെ പ്രവചിക്കപ്പെട്ട മരണത്തിന്റെ പുരാവൃത്തം, നോവൽ ഇതിഹാസകാരൻ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്നീ ക്ലാസിക്കുകൾക്ക് നാടക ദൃശ്യാവിഷ്കാരം രചിച്ച മലയാളത്തിന്റെ അഭിമാനം. എഴുത്തുകാരനും നാടക സംവിധായകനുമായ ദീപൻ ശിവരാമൻ. ലോകം വിസ്മയിച്ച ഒരുപിടി നാടകങ്ങളിലൂടെ മലയാളത്തിനും ഇന്ത്യൻ നാടകവേദിക്കും പുതുവഴികൾ തുറന്ന ദീപൻ ശിവരാമൻ ഇതാ ഇവിടെ. ഉബ്രോയി ഏതാണ്ട് 100 വർഷത്തിന് ശേഷം ഒരു നാടകം രംഗത്ത് അവതരിപ്പിക്കുക. എന്തുകൊണ്ട് ഉബ്രോയി എന്നൊരു ചോദ്യത്തിന് എന്തായിരിക്കും അങ്ങ് മറുപടി പറയുക? ഈ നാടകം തുടക്കത്തിൽ നാടകം തുടങ്ങുന്ന ആദ്യത്തെ വാക്ക് തന്നെ തീട്ടം, ഷിറ്റ് എന്ന് പറയുന്നൊരു നാടകം വരികയും ഈ പറയുന്ന എല്ലാ അരിസ്റ്റോക്രസിയും ബൂർഷ്വാ സംവിധാനങ്ങളെല്ലാം തകിടം മറച്ചുകയും മോക്കുകയും തകർത്തുകളയും ചെയ്യുന്ന ഒരു നാടകം ഉണ്ടായി വന്നത്. അവിടെ സാംസ്കാരിക പാരീസിലുള്ള ബോംബ് എന്നുള്ള പേരിലാണ് ഫിഗാരോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പത്രം എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഒരു അല പിന്നീട് ഈ ഉബ്രോയി എല്ലാ കാലത്തും ജീവനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലും പരാളനം ചെയ്തിട്ടുണ്ട്. ഈ പ്ലേ ഉപ്പു എന്ന് പറയുന്ന നാടകം കൈകാര്യം ചെയ്യുന്നത് വളരെ ഏകാധിപതിയായിട്ടുള്ള ഒരു കിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ പ്രസിഡന്റിനെ കുറിച്ചും അയാളുടെ നിഷ്ഠൂരമായിട്ടുള്ള അയാളുടെ ചെയ്തികൾക്ക് ഇരകളാക്കപ്പെടുന്ന ആളുകൾ, അവരുടെ എല്ലാം അവസാനം എല്ലാവരും കൂടിച്ചേരുകയും ഒരു വിപ്ലവത്തിലൂടെ അയാളെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു നാടകമാണ് ഉബ്രോയി. അത് വേണമെങ്കിൽ ഷേക്സ്പിയറുടെ മെക്ബത്ത് എന്ന് പറയുന്ന നാടകത്തിൽ പാരഡി ആയിട്ട് പറയാറുണ്ട്. അത് രാജാവ് കൊല ചെയ്യപ്പെടുന്നു, അയാളുടെ മകൻ മാത്രം രക്ഷപ്പെടുന്നു, അതിൽ തൊട്ട് താഴെ നിൽക്കുന്ന റാങ്കിങ് ഓഫീസറായിട്ട് ആളുടെ അധികാരം പിടിച്ചെടുക്കുന്നു, അയാൾ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യുന്നു. അവസാനം കൊല ചെയ്യപ്പെട്ട രാജാവിൻ്റെ മകൻ അയാൾ തിരിച്ചു വരുന്നു, അയാൾ ജനങ്ങളെയും ഒരുമിച്ചുകൊണ്ട് അയാൾ അധികാരം തിരിച്ചു പിടിക്കുന്നു, അയാൾ ജനാധിപത്യം തിരിച്ചുകൊണ്ട് രാജ്യത്തേക്ക് ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നു ദീപൻ്റെ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ചെയ്തിട്ടുള്ള ഹെർമൻ ഹെസയുടെ നോവലിനെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള നാടകം സിദ്ധാർത്ഥയുടെ ഒരു പുനരാവിഷ്കാരം. അതും യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥ നോവലല്ല, സിദ്ധാർത്ഥയ്ക്ക് ദീപൻ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലൊരു ഒന്നാണ് വരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു മാർക്കേസിൻ്റെ നോവലിനെ ആസ്പദമാക്കി സ്പൈനൽ കോഡ് എന്നൊരു നാടകം ഉണ്ടാവും. എനിക്കൊന്ന് ദീപൻ്റെ ആദ്യം സംവിധാനം ചെയ്യുന്ന മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന നാടകവും സ്പൈനൽ കോഡായിരുന്നു. സ്പൈനൽ കോഡ് സൃഷ്ടിച്ചൊരു ആഘാതം ചെറുതല്ല. നമ്മുടെ നാടക ഈ നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചയിൽ ഭയങ്കരമായിട്ടുള്ളൊരു അട്ടിമറി ഉണ്ടാക്കിയ നാടകമാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് അത് ശരിക്കും പ്രവചിക്കപ്പെട്ട മരണത്തിൻ്റെ പുരാവർത്തനം എന്ന് പറയുന്ന നോവൽ. ആ നോവൽ നൽകിയ ഒരു വായനാനുഭവത്തെ ദീപൻ വേറൊന്നാക്കി മാറ്റുക ചെയ്യുന്നത്, വേറൊന്ന് കണ്ടെടുക്കുക ചെയ്യുന്നത്. ആ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ ഖസാക്കിലാണെങ്കിലും നോക്കൂ, ദീപൻ വായിച്ച ഖസാക്ക് വേറെയാണ്. അങ്ങനെ ഈ നോവലുകളിൽ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ ഇത്തരം പാഠങ്ങളെ, ഇത്തരം ടെക്സ്റ്റുകളെ ദീപൻ കാണുന്നത് വേറൊരു രീതിയിലാണ്. ഈ കാഴ്ചയുടെ സവിശേഷതയെ സ്വയം പരിശോധിച്ചിട്ടുണ്ടോ? ഹെർമൻ ഹെസിൻ്റെ സിദ്ധാർത്ഥ, അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ജോസ് മാഗോയുടെ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന നോവല്, മാർക്കേസിൻ്റെ തന്നെ ഇന്നസെൻ്റ് രേന്ദ്ര എന്ന് പറയുന്ന മറ്റൊരു നോവലറ്റ്, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും കണ്ടെടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോവൽ തരുന്ന വലിയൊരു ആഖ്യാനത്തിൻ്റെ ലോകമുണ്ടല്ലോ, അതിങ്ങനെ കാലങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്നൊരു ലോകമാണ്. നമ്മളതിലൂടെയുള്ള എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വരികൾക്കിടയിലുള്ള യാത്രയാണല്ലോ. നമ്മുടെ ഇമാജിനേഷനാണ് ഈ ലോകം ബിൽഡ് ചെയ്യുന്നത്, ആ റീഡറുടെ ഇമാജിനേഷനാണ്. അപ്പോൾ ആ ഒരു
ഇമാജിനേറ്റീവ് ആയിട്ടുള്ളൊരു ലോകത്തെ ചുരുങ്ങിയൊരു സമയക്രമത്തിനകത്തേക്ക് ക്രമീകരിച്ച് ഘടിപ്പിക്കുക എന്നുള്ള പറയുന്നതാണ് ഈ നാടകത്തിൻ്റെ ഒരു സങ്കേതം. ചലഞ്ച് എന്ന് പറയുന്നതാണ്. സിദ്ധാർത്ഥ എന്ന് പറയുന്ന സിദ്ധാർത്ഥൻ്റെയും ഗോവിന്ദൻ്റെയും യാത്ര, ആ യാത്രയിലൂടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എങ്ങനെ ഈ 40 അടി വീതിയും ഒരു 40 അടി ഡെപ്തും ഒക്കെ ഉള്ള ഒരു പെർഫോമറ്റീവ് സ്പേസിനകത്ത് സംഭവിച്ചു നിൽക്കുക എന്നുള്ളതാണല്ലോ സംഗീതം. അതാണ് തിയേറ്ററിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. മാർക്കസിൻ്റെ നോവലായാലും ഖസാക്കിൻ്റെ ഇതിഹാസമുള്ള നോവലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം. കാരണം അതിങ്ങനെ പടർന്ന് പലതരിച്ച് കിടക്കുന്ന വലിയൊരു പടവർഷം പോലെ കിടക്കുന്ന ഒരു നോവലാണ്. അതിന് നമ്മളിങ്ങനെ പല സങ്കേതങ്ങൾ കൊണ്ട്, നാടക സങ്കേതങ്ങൾ കൊണ്ട് ഘടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് എന്നെ ചലഞ്ച് ചെയ്യുന്നത്. എനിക്കോട് പൊതുവേ എനിക്ക് ഇത്തരം കാനഡിക്കലായിട്ടുള്ള എഴുത്തിനെ നാടകമാക്കുക വഴി ഒരു പക്ഷേ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നൊരു ദർശനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സാഹിത്യമല്ല തിയേറ്റർ എന്ന് പറയുന്നതാണ്. ഈ സാഹിത്യത്തിൻ്റെ വായനയെ എങ്ങനെയാണ് ഒരു തിയേറ്ററിക് റീഡിങ്ങിലൂടെ അതിനെ അട്ടിമറിച്ചുകൊണ്ടോ പുനരാവിഷ്കരിച്ചുകൊണ്ടോ ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു കാര്യം വെളിവാകുന്നത്, ഇത് സാഹിത്യമല്ലല്ലോ നാടകം എന്ന് പറയുന്നത് മറ്റൊരു കലാരൂപമല്ലേ, അത് എന്തൊരു ആർജവമുള്ള കലാരൂപമാണ് നാടകം. ഈ നോവലിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടൊരു ഒരു കാഴ്ചാനുഭവം, ഒരു ലിവിങ് എക്സ്പീരിയൻസാണ് തിയേറ്റർ കൊടുക്കുന്നത് എന്ന് പറയുന്നത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വളരെ പ്രധാനമായിട്ടുള്ള സാഹിത്യ സൃഷ്ടികളെ നാടകത്തിലേക്ക് പുനരാഖ്യാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഖസാക്കിലാണെങ്കിൽ തുടക്കം മുതൽ നമുക്ക് സുപരിചിതമായ ലോകങ്ങളുടെ, എന്നാൽ ആ ലോകങ്ങൾ പലയിടത്തായി കിടന്നാണ്, അതിനെ ഇങ്ങനെ കൂട്ടിയിണക്കി കൊണ്ടിരുന്ന് കാണാം. അതിൻ്റെ തുടക്കം തന്നെ എനിക്കൊന്ന് മരിച്ചുപോയ ആത്മാക്കൾ സംസാരിക്കുന്നതിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു ഈ ഉബ്രോയിലും ഒരു സന്ദർഭത്തിൽ മരണത്തിൻ്റെ ഒരു സന്ദർഭം ആവിഷ്കരിക്കുമ്പോഴും ഈ ഒരു വളരെ നേരത്തെ പറയുന്ന മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു അനുഭവം കടന്നു വരുന്നുണ്ട്. അത് ദീപൻ കണ്ടെടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു വിഷ്വൽസ് നമുക്കൊരു പ്രേതകഥകൾ എന്നൊക്കെ പറയാവുന്ന, മിസ്റ്റിക് ആയിട്ടുള്ള കഥകൾ എന്നൊക്കെ പറയാവുന്ന അവിടെ നിന്നാണ് വരുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം ജീവിക്കുന്ന മനുഷ്യരെക്കാളും അധികം മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. നമ്മളെക്കാളും ഭൂരിപക്ഷമാണ് മരിച്ചു വരുന്നത് ലോകത്ത്. അപ്പോൾ നമ്മൾ ഒരു കാലത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ മരിച്ചു പോയവർ, ചരിത്രം, മനുഷ്യർ, മൃഗങ്ങൾ, പരിസ്ഥിതികൾ, ചുറ്റുപാടുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഈ ലോകം. അത് മനുഷ്യർ സമ്മതിക്കുന്ന മാത്രം പ്രശ്നമല്ല ഈ ലോകം എന്ന് പറയുന്നത്. അത് വളരെ മനുഷ്യൻ്റെ ഒരു ചിന്താപദ്ധതിയിലൂടെ ലോകത്തെ കാണുന്നത് സാധാരണ മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു കാഴ്ചയാണ്. വിജയനൊക്കെ വിജയൻ നോവൽ മഹത്തരമായി തീർന്നിരിക്കുന്നതുകൊണ്ട് ആശനികൻ അദ്ദേഹത്തിൻ്റെ ഖസാക്ക് ഇതിഹാസം ഒരു നോവൽ പറയുന്നത് മനുഷ്യരെക്കുറിച്ച് മാത്രമല്ല എന്നുള്ളതാണ്. മനുഷ്യരും പരേതാത്മാക്കളും മൃഗങ്ങളും പ്രകൃതിയും ഒക്കെ അടങ്ങുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് വിജയൻ പറയുന്നത്. അതാണ് വിജയൻ്റെ കൺസേൺ. ആ ലോകത്തെക്കുറിച്ചാണ് വിജയൻ്റെ കൺസേൺ, മനുഷ്യരെക്കുറിച്ച് മാത്രമുള്ള കൺസേൺ അല്ലാതെ. ഈ പറയുന്നത് ഈ ഒരുപാട് ലോകത്തുള്ള വലിയ ഗംഭീരന്മാരായിട്ടുള്ള എഴുത്തുകാരുടെ അല്ലെങ്കിൽ സിനിമക്കാരുടെയും നടക്കാരുടെയൊക്കെ വർക്കുകൾ കാണാൻ പറ്റും. അതൊരു അങ്ങനത്തെ ഒരു ചെറിയ ചിന്ത എന്ന് പറയുന്നത്. അപ്പം ഞാനും ഈ നാടകത്തിനകത്ത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള നാടകത്തിനകത്ത് സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ്, അങ്ങനൊരു ആവാസ വ്യവസ്ഥയാണ് വിജയൻ എഴുതി വെച്ചിട്ടുള്ളത്. ഉബ്രോയുടെ നാടകത്തിനകത്തുള്ള പരേതാത്മാക്കളുടെ തിരിച്ചുവരവ് വളരെ പൊളിറ്റിക്കലാണ്. കാരണം അത് രണ്ടിടത്ത് സംഭവിക്കുന്നുണ്ട്. ഒന്ന്, പ്രസിഡന്റിനെ കൊലപാതകം കഴിഞ്ഞിട്ട് പ്രസിഡന്റിൻ്റെ മകൻ ഒറ്റയ്ക്ക് തിരിച്ചു വരുമ്പോൾ, കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ചോരയിൽ കിടക്കുന്ന ആ ഇടത്തേക്ക് മകൻ വരുമ്പോൾ അയാൾക്കൊരു കൊടി കണ്ടെത്തുന്ന, ജനാധിപത്യത്തിന് വേണ്ടി പോരാടുക, ഫൈറ്റ് ഫോർ ഡെമോക്രസി എന്നുള്ളതാണ് ഇയാളുടെ ആൻസിസ്റ്റേഴ്സാണ് കൊടുത്തു പോകുന്നത്. അയാൾ ഡെസ്റ്റിനിയ പോലെയാണ് ഈ ചെറുമകനോട് പറയുന്നത്, യു ആർ ദ ബോയ് ഹു ഷുഡ് ഫൈറ്റ് ഫോർ ഡെമോക്രസി. അപ്പോൾ ഈ ആൻസിസ്റ്റേഴ്സിന് പിന്നീട് തിരിച്ചു വരുന്നുണ്ട് ആൻസിസ്റ്റേഴ്സ്. അത് ഈ ആൻസിസ്റ്റേഴ്സിൻ്റെ പരേതാത്മാക്കളുടെ ശവകുടീരത്തിൽ ഉപമ ചരിത്രം തോണ്ടി നടക്കുകയാണ്. കല്ലറ തോണ്ടിയിട്ട് എന്താണ് ഉള്ളത് എന്ന് തോണ്ടി നടക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് മുഴുവൻ ആത്മകഥകളും വെപ്പുപല്ലുകളും മാത്രമാണെന്നാണ് മറ്റു സ്ത്രീ പറയുന്നത്. അവർ കാശ്, സ്വത്തുക്കളും സ്വർണത്തിനും വേണ്ടിയിട്ടാണ് തെരഞ്ഞു നടക്കുന്നത്. എന്തമൂല്യമായ നിധികളാണ് ഈ ശവകുടീരങ്ങൾ ഇവർ ഒളിച്ചു വെച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ തോണ്ടി നടക്കുന്നതാണ് അവർ. അപ്പോഴാണ്
ഏതോ ഒരു പരാതാത്മാവ്, ഒരു സ്വാതന്ത്ര്യ സമരസേനയുടെ പ്രേതം അവരുടെ കാലിൽ കയറി പിടിക്കുന്നത്. അപ്പോൾ ഈ പരേതാത്മാക്കള് ബുറോയിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ ഒരു രസകരമായ, പ്ലേക്ക് അങ്ങനെ ഒരു കോമിക് റിലീഫിന്റെ സ്വഭാവമുണ്ട്. ഇറ്റ്സ് എ സറ്റയർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സറ്റയർ ഞാൻ ഡീൽ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയം, അതിന് നമ്മുടെ ചരിത്രം, സമകാലിക രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് അത് ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെ പരാതാത്മാക്കൾ വരുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് ബേസിക്കലി ഈ കാലം എങ്ങനെ ഉബ്രോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിനകത്ത് കോഴിച്ചാത്തന്മാർ, എലികൾ, മുതല, കരടി, പരേതാത്മാക്കൾ, മനുഷ്യർ, ദുരാത്മാക്കൾ, കൊതിയന്മാർ, അഹങ്കാരികൾ, ഏകാധിപതികൾ, ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ അടങ്ങുന്ന ഒരു വലിയൊരു ഒരു സാമൂഹിക വ്യവസ്ഥയാണ് ഉബ്രോയിനകത്ത് നമ്മൾ കാണുന്നത്. അതൊരു സ്പെക്ടാക്കിൾ ഓഫ് എ സ്റ്റേറ്റ്. ഈ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന സംഗതി തന്നെ അങ്ങനെയാണ്. ഈ ലോകം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത്, നമ്മളിലൊക്കെ നിലനിൽക്കുന്നത്, നമ്മുടെ നിലനിൽപ്പൊക്കെ ആക്ച്വലി ആശ്രയിച്ചിരിക്കുന്നത് നമ്മളും ചുറ്റുപാടുള്ള വസ്തുവകകളോടും അന്തരീക്ഷങ്ങളോടും മൃഗങ്ങളോടും നമ്മുടെ ചരിത്രത്തോടും പ്രേതാത്മാക്കളോടും ഒക്കെ നമ്മളെങ്ങനെ സംവദിക്കുന്നു. ഞാൻ പ്രേതാത്മാവ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഗാന്ധി ഒരു പ്രേതാത്മാവാണ് ആക്ച്വലി. നിങ്ങളെങ്ങനെ ഗാന്ധിയോട് സംവദിക്കുന്നു, അല്ലെ അംബേദ്കറോട് സംവദിക്കുന്നു എന്ന് അതിനനുകൂലമായി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നിങ്ങളുടെ ചരിത്ര രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് ഉദാഹരണത്തിന്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. സിനിമ പോലെയുള്ള വളരെ വലിയ മുതൽ മുടക്കുള്ള കലാരൂപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നാടകം എന്നത് നാടകത്തിൻ്റെ വലിയൊരു പരിമിതിയുടെ പ്രശ്നം. ഇപ്പോൾ നമ്മളിവിടെ കാണുമ്പോഴും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട് ഒരു നാടകത്തിന് വേണ്ടി, എത്രയോ കാലത്തെ. നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും നാടകവുമായി? നാടകത്തിൻ്റെ ഒരു സർവൈവൽ അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രത അതുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെ സാധ്യമാവും? ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലെങ്കിൽ ഉബ്രോയ്, ഈ പറയുന്ന നാടകങ്ങളൊക്കെ ഈ പുതിയൊരു രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഈ പറയുന്ന സാമ്പത്തിക എന്താ പറയുക, ഒരു സാമ്പത്തിക അവസ്ഥയും കൂടിയാണ്. അതൊക്കെ ഇതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഒന്ന്, സ്പൈനൽ കോഡ് എന്നുള്ള നാടകം ചെയ്യുന്നത് 250 പേർക്ക് നാടകം കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അതങ്ങനെയാണ് നാടകത്തിൻ്റെ ഘടന. ഒരു ചെറിയ സ്റ്റുഡിയോയിലകത്ത് ഓഡിയൻസ് ഇരിക്കുന്നു, അതിന് ചുറ്റും ഒക്കെ നാടകം നടക്കുന്ന ഒരു ചെറിയൊരു സ്പേസിലാണ് നാടകം നടക്കേണ്ടത്. വലിയൊരു സ്പേസിൽ കൊണ്ടുവച്ച നാടകം വർക്കാവില്ല. പീർഗിൻ്റെ എന്നുള്ള നാടകം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ 150 പേർക്കാണ് നാടകം കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ കളിച്ച സമയത്ത് ഓപ്പൺ എയർ സ്പേസിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ളൊരു ഡിസൈൻ പ്രകാരം ഒരു ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്റ്റുഡിയോ സ്പേസിനകത്ത് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് കാണുന്ന ഒരു പ്ലേ ആണ് പീർഗിൻഡ്. പക്ഷെ ഞാൻ ഈ പീർഗിൻഡ് എന്നുള്ള നാടകം, ഉബ്രോയ് എന്നുള്ള നാടകം ഒക്കെ ഞാൻ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സമയത്ത് ഇത് വലിയ ഒരു 600, 700, 1000 പേർക്ക് കാണുന്ന വിധത്തിലാണ് ഞാനത് റീഡിസൈൻ ചെയ്തത്. അങ്ങനെ ഫോർമാറ്റിംഗ്, ഒരു തിയേറ്ററിന് വലിയൊരു ക്രൗഡിൻ്റെ ഒരു ഫോർമാറ്റിംഗ് ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ. അപ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരിടത്തേക്ക് വന്നുപെടുന്നതിന് എളുപ്പവഴികളില്ല. മനുഷ്യർ ഭയങ്കര തിരക്കുള്ളവരാണ് നമ്മുടെ നാട്ടിലുള്ളവരും. ജീവിതം കൊണ്ട് തന്നെ പ്രാരാബ്ദം മുട്ടിയവരാണ് മുഖ്യവാറ ആളുകൾ. അതിനിടയിൽ നിന്ന് അവനവൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ദാമ്പത്യ ബന്ധങ്ങളും ഒക്കെ ഡീൽ ചെയ്തിട്ട് റിസോൾവ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന 2 മണിക്കൂർ നാടകം കാണാൻ അവനെ ഓടിയെത്താനായിട്ട്. അപ്പോൾ അവൻ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ അത് അവിടേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള കാരണമുണ്ട് എന്ന് കാഴ്ചക്കാരന് ബോധ്യപ്പെട്ടിരിക്കണം. അപ്പോൾ ജയകുമാർ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോട്ടത്തേക്ക് വണ്ടി കയറി വന്ന് അയാൾ 8 മണിക്കൂർ യാത്ര ഒരു പരശുറാമ എക്സ്പ്രസ്സിൽ ഇരുന്ന് അയാളവിടെ എത്തി വൈകുന്നേരം നാടകം കണ്ടെന്ന് രാത്രി തിരിച്ച് പരശുറാമ എക്സ്പ്രസ്സിൽ 12:30 മണിക്ക് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ അത്രയും ഒരു അനുഭവം അയാൾക്ക് കൊടുക്കുമെന്നുള്ള നിശ്ചയം അയാൾക്ക് ഉണ്ടായാൽ മാത്രമേ അയാൾ ഈ പണിക്കുകൾ ഇറങ്ങി വരുള്ളൂ. നമ്മുടെ നാടകങ്ങളൊന്നും ലണ്ടനിലെയോ അല്ലെങ്കിൽ അമേരിക്കയിലെ പോലെ ബ്രോഡ്വേ അല്ലെങ്കിൽ വെസ്റ്റ് എൻഡിലൊക്കെ നടക്കുന്ന പോലെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ലെസ്റ്റർ സ്ക്വയർ, ടോട്ടനം കോഡ് റോഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ തിയേറ്ററുകൾ ഒന്നിനും പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പോസ്റ്ററുകൾ വെച്ച് ടിക്കറ്റിന് ക്യൂ നിൽക്കുന്ന പരിപാടി നമ്മൾ കാണാൻ പറ്റില്ല. അവിടെയൊക്കെ 50, 70, 100 തിയേറ്റർ ഉണ്ട് പോകുന്ന വഴിയിൽ തന്നെ. അവിടെ ലയൺ കിങ് മുതൽ ഓരോ നാടകങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളോളമായിട്ട്.
അങ്ങനെയല്ല നമ്മുടെ നാടകത്തിലൊരു സംസ്കാരം എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാടകത്തിലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഒരു നാടകം കളിക്കുന്നു, അതിനുശേഷം 2 മാസം കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളി ഒരു നാടകം കളിക്കുന്നു, അതിനുശേഷം നമ്മൾ ട്രിവാൻഡ്രത്ത് പോകുന്നു, കോതമംഗലത്ത് പോകുന്നു. അങ്ങനെ അപ്പോൾ നാടകം കാണണമെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്ത് തന്നെ പറ്റൂ. യാത്ര ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രാരാബ്ദങ്ങളിലും കൂടി നിൽക്കുന്നൊരു സാധാരണ മനുഷ്യൻ യാത്ര ചെയ്തൊരു നാടകം കാണാൻ വരണമെങ്കിൽ അയാൾക്ക് അത് കൊടുക്കുന്ന ഒരു അനുഭവം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കൊടുത്താൽ മാത്രമേ അയാൾ വരികയുള്ളൂ അതിന്. അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടുള്ള ചില ആളുകൾ മാത്രം വന്ന് കണ്ടുവന്ന് പോകുന്നൊരു പരിപാടിയായി തീർന്നിരിക്കും. നാടകം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതായത് നമുക്ക് ഒരു 2 മുതൽ 3 മാസക്കാലം സമയം റിഹേഴ്സൽ ചെയ്യണം. 3 മാസം റിഹേഴ്സൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്രയും സമയം ഇത്രയും ആളുകൾ ഒരുമിച്ച് നിർത്തണം. ഇവർക്കാർക്കും എന്തെങ്കിലും മറ്റുള്ള തൊഴിലുള്ളവരല്ല. അപ്പോൾ വലിയൊരു തുക വേണം ഇത്രയും ആളുകളെ ഒരുമിച്ച് നിർത്താനായിട്ട്. പിന്നെ നാടകം കളിക്കണം, അതിന് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ. ഞാനുണ്ടാക്കുന്ന നാടകങ്ങളൊക്കെ വലിയ നാടകങ്ങളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടി വരുന്ന സാമ്പത്തിക സഹായം അധികമാണ് അതിനുമായിട്ടുള്ള സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആകെ ഒരു വഴി ആളുകൾ നാടകം കാണാൻ വരുന്നവരുടെ ടിക്കറ്റ് വാങ്ങി അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും ഐഡിയലായിട്ടുള്ളൊരു കല എന്ന് പറയുന്നത് കാഴ്ചക്കാരൻ നേരിട്ട് കല ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ള സംവിധാനം. അങ്ങനെയല്ല ലോകത്ത് നിൽക്കുന്നത്. സിനിമയിലാണ് ഒരു പക്ഷേ അത് നിൽക്കുന്നത്, ഒരു കൊടുക്കൽ വാങ്ങലിലാണ് നിൽക്കുന്നത്. ചിത്രകലയിലൊക്കെ ഏതെങ്കിലും സമ്പത്തുള്ള ഒരാൾ കല വാങ്ങുന്നു, അയാൾ ഗാലറി എടുക്കുന്നു, അവിടെ പോയി കാണാം, നാഷണൽ മ്യൂസിയം അല്ലെങ്കിൽ ബീനാലെ, ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ നാടകത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏതെങ്കിലും കലാസമിതി സംഘടിപ്പിക്കുന്ന നാടകം ഫ്രീ ആയിട്ട് കണ്ടുപോകും എന്നുള്ള പോലെയാണ്. ഇവിടെയൊക്കെ നാടകം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയോ അല്ലെങ്കിൽ സർക്കാരോ സാമ്പത്തിക സഹായം ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു 50 ലക്ഷം രൂപ തരികയാണെങ്കിൽ അവർക്ക് ചില സൗന്ദര്യ സങ്കല്പവും രാഷ്ട്രീയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. അതിനടിപ്പെട്ട് നിന്ന് ഈ വർക്ക് ചെയ്തതിൽ മാത്രമേ നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സർക്കാരിൻ്റെ തരുന്ന പൈസയായാലും നിങ്ങൾക്ക് സർക്കാരിൻ്റെമായിട്ട് നിൽക്കുന്ന ഒരു കോൺട്രാക്ച്വൽ പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വളരെ ഫ്രീഡം സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നാടകം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നാടകത്തിന് കാണാൻ ആവശ്യമായുള്ള വലിയൊരു കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും അവർ നാടകം നേരിട്ട് കാണാൻ വരികയും നിങ്ങളുടെ നാടകം കാണാൻ അവർ കാത്തിരിക്കുകയും നിങ്ങൾ വീണ്ടും നാടകം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മളീ പറയുന്ന വളരെ സ്വതന്ത്രമായിട്ടുള്ള നാടകം കലാകാരനും കാഴ്ചക്കാരനും തമ്മിലുള്ള സ്വതന്ത്രമായിട്ടുള്ള വിനിമയം നടക്കുന്നത്. അപ്പം നമ്മൾ നാടകം ചെയ്യുന്നവരെ നമ്മൾ ഭയങ്കരമായിട്ട് അത് പ്രൊഫഷണലാക്കും. കാരണം നമുക്ക് ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. അവിടെ വന്നിരിക്കുന്ന 500 രൂപയോ 1000 രൂപയോ കൊടുത്ത് നാടകം കാണാൻ വന്നിരിക്കുന്ന ഒരാൾക്ക് പരാധീനതകളൊന്നും കേൾക്കേണ്ട കാര്യമില്ല. കൃത്യമായി നന്നായി സംസാരങ്ങളും ഡയലോഗുകളൊക്കെ കേൾക്കണം, നന്നായി മ്യൂസിക് കേൾക്കണം, നന്നായി കാണണം, നന്നായി അഭിനയിക്കണം, നല്ല നാടകമാകണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിമാൻഡുകൾ ഒരു കാഴ്ചക്കാരൻ മുന്നോട്ട് വെച്ചേക്കാം. അപ്പോൾ അത്തരം ഡിമാൻഡുകളൊക്കെ നമ്മളെയും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരും പ്രൊഫഷണലാക്കി തീർക്കുകയും ചെയ്യും. അങ്ങനെയാണ് കലയുടെ പ്രൊഫഷണലിസം വന്നു ചേരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ തുടർച്ചയൊക്കെയാണ് ഞാനൊക്കെ ചെയ്യുന്ന കലാപരീക്ഷണങ്ങൾ. ദീപനെ പോലെ വളരെ ശക്തമായി തിയേറ്ററിനുള്ളിൽ അഭിപ്രായങ്ങൾ പറയുകയും പെർഫോമൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ളത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് പുതിയ കാലം? രാഷ്ട്രീയ കാലത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. നമ്മളെടുക്കുന്ന ഓരോ പണികളും ചെയ്യുമ്പോൾ നമ്മൾ വളരെ പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പാരനോയിഡാണ് ടു എൻ എക്സ്റ്റെൻറ്റ്, കാരണം നമ്മൾ വളരെ ദുർബലരെന്ന് ഉദ്ദേശിക്കുന്ന നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ. നമ്മൾക്കൊന്നും അങ്ങനെ വലിയ സന്നാഹങ്ങളോ വലിയ രാഷ്ട്രീയ ബന്ധങ്ങളോ അങ്ങനെ നെടുന്നൂണായിട്ടുള്ള നമ്മുടെ ലോയർമാരോ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ഒന്നുമില്ല. അപ്പം നമ്മൾ വളരെ സാധാരണമായിട്ടുള്ള മനുഷ്യർ. എന്നാൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുകളോട് നമുക്ക് സംവദിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുണ്ടാക്കുന്ന കലാപ്രവർത്തനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഭയമൊക്കെ ഉണ്ടാവും. നമ്മൾ ഭയം നിറഞ്ഞൊരു കാലത്താണ് ജീവിക്കുന്നത്. നമ്മളാരും ഭയത്തിന് മേലെയല്ല. ഞാനങ്ങനെയല്ല ആളല്ല. അങ്ങനെ എന്നുള്ളൊരു ഹീറോയിസ് ഒന്നും എനിക്കില്ല. വി ആർ ഓൾ വെരി നോർമൽ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ വളരെ സൂക്ഷിച്ച്
തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ എന്ന് വിചാരിക്കുന്നത്. അത് മാത്രമല്ല, കല എന്ന് പറയുന്നത് സ്ലോഗനിയറിങ്ങോ അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ മെഷീനോ ഒന്നും അല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കലാകാരൻ്റെ പണി ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കമൻട്രി പറയാന്നുള്ളതുമല്ല. അത് നമ്മളോട് ചുറ്റുമുള്ള ഒരു ലോകക്രമങ്ങളെ നമ്മളെങ്ങനെ തത്വചിന്താപരമായിട്ടും എസ്തറ്റിക്കലായിട്ടും എങ്ങനെ കാണുന്നു എന്ന് പറയുന്നതാണ് ഒരു കലയുടെ രൂപത്തിൽ അത് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് കല പുറത്തേക്ക് വരേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നമോ സാമൂഹിക പ്രശ്നമോ റിസോൾവ് ചെയ്യുന്നവരല്ല നമ്മളൊന്നും. നമ്മൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകളല്ല, നമ്മൾ പത്രക്കാരും ജേർണലിസ്റ്റുകളും അല്ല. കലാകാരന്മാരുടെ പണിയല്ല അത്. ആക്ച്വലി കലാകാരന്മാരുടെ പണി ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിനോട് സംവദിക്കുക. അപ്പോൾ അതിനാ സംവദിക്കുമ്പോൾ അവിടെ നടക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവും അതുപോലെ തത്വചിന്താപരമായിട്ടുള്ള മാറ്റങ്ങളെയൊക്കെ നമുക്ക് പരാമർശിക്കേണ്ടി വരും നമ്മുടെ കലയ്ക്കകത്ത്. അതിൻ്റെ കൃത്യമായ ചേരുവയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് നമുക്ക് വലിയ ഭീഷണികളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ലോകത്തെ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കലാകാരന്മാർ ജീവിച്ചിട്ടുള്ളത്. ബെർട്ടോൾഡ് ബ്രെക്റ്റ് ഒരു ഉദാഹരണമാണ്. ഇവൻ ഹെൻറിക് ഇബ്സൺ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം വളരെ പോപ്പുലറായിട്ട് എഴുത്തുകാരനായിരുന്നു അദ്ദേഹം നാട്ടിൽ. അദ്ദേഹത്തിന് അദ്ദേഹം അന്ന് എഴുതിയിട്ടുള്ള നാടകങ്ങൾ പോലും ഇപ്പോൾ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ഒരു കൃതി പോലും അന്ന് വളരെ ചലഞ്ചിങ് ആണ്. അത് സോഷ്യൽ ക്രിറ്റിസിസമാണ്. ആൽഫ്രഡ് ജാരിയുടെ ഉബ്രോയ് എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. കാരണം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞുള്ള കാര്യം എന്താണ് സംഭവിച്ചത് ആ നാടകം ഉണ്ടാക്കിയ സമയത്ത്. എല്ലാ കാലത്തും കല ചെയ്യുന്നവരെല്ലാം അകത്തോടെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള സ്പേസ് ഒന്നുമല്ല വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ വക പ്രശ്നങ്ങളും സാമ്പത്തികവും രാഷ്ട്രീയപരവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അകത്തു നിന്നാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന പോലെയാണ് കലാകാരൻ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അതുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെയും ബാധിക്കും. എന്തായാലും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള വലിയ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലത്ത് നാടകം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, കാഴ്ചക്കാരെ, വരാൻ പോകുന്ന മുഴുവൻ കാഴ്ചക്കാരെയും സ്വീകരിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള കാഴ്ചക്കാരെ അവർക്കൊരു പുതിയ അനുഭവം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നാടകം ചെയ്യുക. ആ നാടകം എന്നത് വലിയൊരു കാഴ്ച അനുഭവമാക്കി മാറ്റുക എന്നതാണ് ദീപൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം തന്നെ. ആ ഒരു ആശയത്തിന് അല്ലെങ്കിൽ കൂടുതൽ സമഗ്രവും വിശാലവുമായ ലോകം തുറന്നു കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം അവസാനിപ്പിക്കാം.